ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ട്രാവലല്ല, ഫുഡല്ല, വേറൊരു സ്ഥലം കാണിക്കുന്നതല്ല, ഒന്നുമല്ല. പക്ഷേ ഇന്ന് കുറച്ച് ഇൻസ്പിറേഷണൽ എന്ന് പറയാം, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഈ ഒരു വീഡിയോ ഞാൻ നമ്മുടെ എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും നമ്മുടെ ഫാമിലിയിലായാലും പുറത്തുള്ളവരായാലും എല്ലാവർക്കും വേണ്ടി ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യാണ് ശരിക്കും ഈ വീഡിയോ. ഇത് ഞാൻ പറയാൻ പോകുന്നത് ഒരു വ്യക്തിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറി, ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇത് പലർക്കും ഒരു എന്താ പറയുക, അനുഭവങ്ങളായിരിക്കും പലർക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ ഫുള്ളായിട്ട് നിങ്ങളെല്ലാവരും കാണണം. എൻ്റെ ഒരു സുഹൃത്ത്, പ്രവാസി സുഹൃത്ത് അങ്ങനെ പറയാം, പുറത്തുനിന്ന്, അതായത് ദുബായിലല്ല സൗദിയിലാണ് പുള്ളിക്കാരൻ വർക്ക് ചെയ്യുന്നത്. അപ്പം പുള്ളി ഒരു ദിവസം എന്നെ വിളിച്ചപ്പോൾ ഇങ്ങനെ സംസാരിക്കും, നമ്മൾ രണ്ടാൾ കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞ്, എന്താ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആളെ പറ്റിയിട്ട് പറഞ്ഞു. അപ്പം എടാ ഇങ്ങനെ ഉണ്ട് വർക്ക് ചെയ്യുന്ന അത് ഇതെന്നൊക്കെ പറഞ്ഞു. അപ്പം എന്താ സംഭവം എന്ന് അറിയോ, നമ്മളൊക്കെ ശരിക്കും നോർമലി ഞാനായാലും നിങ്ങളായാലൊക്കെ എത്ര ടൈം വർക്ക് ചെയ്യും ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ഒരു വർക്കേ ചെയ്യുള്ളൂ. പക്ഷേ ചിലരൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ രാവിലെ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, രാത്രി വർക്ക് ചെയ്യുന്നവരുണ്ടാവും, നൈറ്റ് ഷിഫ്റ്റ് 2 വർക്കൊക്കെ ചെയ്യുന്നവരുണ്ടാവും. ഓക്കെ, 3 തട്ടി ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ ഒരു 5 വർക്ക് ചെയ്യുന്നതൊക്കെ, ഒരു ദിവസം തന്നെ ഒരു 5 വർക്ക് ചെയ്യുന്നതൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഞാനായാലും രാത്രിയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, അതായത് ചിലപ്പോൾ എഡിറ്റ് ചെയ്യാനൊക്കെ നമ്മൾ മടി കൊണ്ടാണ്, പകലൊക്കെ ചില ടൈമിൽ വെറുതെ ഇരിക്കുന്നത് കൊണ്ടാണ് ശരിക്കും ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന വർക്കൊക്കെ ഉള്ളൂ. എങ്കിലും 5 സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. 5 ടൈം വർക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചെറിയ പണിയായിരിക്കുന്നു. ഇതൊന്നുമല്ല. സൗദിയിൽ ഹൗസ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം കട്ടിയുള്ള പണി തന്നെ ആയിരിക്കും ചെയ്യാനൊക്കെ ഉണ്ടാവുക. കാരണം വീട്ടിലെ കുറച്ച് പരിപാടി ഉണ്ടാവും, പിന്നെയാണ് അവിടുത്തെ ആൾക്കാരെ കൊണ്ടുപോയാക്കാണ്ടാവും, പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരലുണ്ടാവും, അങ്ങനെ കുറേ പണി ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 47 കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയാക്കുക, ഈ ഒരു പണി. അത് കഴിഞ്ഞിട്ട് ഒരു ഹോട്ടലിൽ പാർട്ട് ടൈം ജോലി, ഹോട്ടലിൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക. അതുമല്ലാതെ തന്നെ ഒരു 18 ഷോപ്പിലേക്കുള്ള സാധനങ്ങൾ സെയിൽ ചെയ്യുക. കഴിഞ്ഞിട്ടില്ല. ഇപ്പം എത്രയായി? ആദ്യം ഹൗസ് ഡ്രൈവറായി, പിന്നെ കുട്ടികളെ കൊണ്ടുപോയാക്കലായി, 2ാമത്തെ കുട്ടികളെ കൊണ്ടുപോയാക്കലായി, 3ാമത്തെ എന്താ നമ്മുടെ ഒരു ഹോട്ടലിലെ വർക്കായി, 4ാമത്തേത് സെയില്, 4 ഒന്നും കൂടെ ഉണ്ട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ അവിടെ ഉള്ള കാർ ഒരു 10-12 കാറോളം ഡെയിലി കഴുകും ഈ വർക്കൊക്കെ ചെയ്യാണ്. അപ്പോൾ ഇത്രയും വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾക്ക് ജീവിതത്തിൽ പിന്നെ, അതായത് ഒരു ദിവസത്തിൽ പിന്നെ ഉറങ്ങാനുള്ള ടൈം ഉണ്ടാവും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, ഉറങ്ങുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഒരു 3 മണിക്കൂർ ഉറങ്ങാൻ ടൈം കിട്ടുള്ളൂ. ഭയങ്കര ദയനീയാവസ്ഥ. എന്താന്ന് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ വിചാരിക്കും ഒരാൾ എന്തിനിങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ചിന്തിക്കും. ഞാനും ചിന്തിച്ചു, ഈ ആൾക്ക് എന്താണ് ഈ പ്രശ്നം, ഇങ്ങനെ വർക്ക് ചെയ്യാൻ കാരണം എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഇതൊരു മര്യാദയ്ക്ക് നോർമലി ചിന്തിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ഉറങ്ങാനോ ബാത്റൂമിൽ പോകാനുള്ള ടൈം പോലും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനിങ്ങനെ വർക്ക് ചെയ്യണം, ഇതൊക്കെ കുറച്ച് ഓവറല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഈ ചോദ്യം അദ്ദേഹത്തോട് ഒരുപാട് വ്യക്തികൾ ചോദിച്ചൊരു ചോദ്യം തന്നെയാണ് ശരിക്കും അത്. എന്തിനാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന്. ചിലപ്പോൾ നിങ്ങൾക്കിടയിലും ഉണ്ടാവും, പലരും ഉണ്ടാവും, പ്രവാസികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് സഹിക്കുന്ന ആൾക്കാരാണ്. അതായത് ഇവിടെയൊക്കെ എല്ലാവരും വിട്ടു നിൽക്കുന്നത് മാത്രമല്ല, അവിടുത്തെ ജീവിതമൊക്കെ പലർക്കും പല അനുഭവങ്ങളായിരിക്കും നൽകുന്നത്. ഈവൻ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ വേറൊരു സ്ഥലത്ത്, അതായത് ഇപ്പോൾ ഞാൻ എറണാകുളത്ത് നിന്നിട്ടുണ്ടായിരുന്നു വർക്ക് ചെയ്യുമ്പോൾ. ആദ്യമൊക്കെ എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ജീവിതം തന്നെ നമുക്ക് ശരിക്കും വീട്ടിൽ നിന്നൊക്കെ മാറി നിന്നാൽ നമുക്ക് പഠിക്കാൻ പറ്റും. മണി മാനേജ്മെൻറ്റ് വരെ നമുക്ക് പഠിക്കാൻ പറ്റും. അതായത് പൈസയൊക്കെ എങ്ങനെ ചിലവാക്കണമെന്ന് വരെ നമ്മൾ ചിന്തിച്ചതാക്കും. വീട്ടിൽ നിൽക്കുന്നവർ മാത്രമാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് മനസ്സിലാവാൻ കുറവാണ്. അതായത് ഒരു 50% ഉള്ള ആൾക്കാർക്ക് മാത്രമേ അതൊക്കെ മനസ്സിലാവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പുറത്തു പോയാൽ തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ പഠിക്കുകയുള്ളൂ. ചില കുട്ടികളുണ്ടാവും, കുട്ടികളായാലും ഇപ്പം പഠിക്കുന്ന കുട്ടികൾ, ഓരോ സ്ഥലത്ത് പോയിട്ട് പഠിക്കുന്ന കുട്ടികളായാലും അവർക്കൊക്കെ മനസ്സിലാവും. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഹോസ്റ്റലിലൊക്കെ പൈസ ഉണ്ടാവില്ല. പൈസ കൊണ്ട് വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും എങ്ങനെ പൈസ ചിലവാക്കണമെന്ന്. അതേപോലെ തന്നെ ഓരോ മന്തിലും എത്ര രൂപ വെച്ചിട്ട് ഓരോ ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഒരു ചായ കുടിച്ചാൽ എത്രയാണ്, ഒരു കടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപ വേണം. ഇത്ര കടി ഒരു ദിവസം ഞാൻ 3 കടി കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് മാസത്തിൽ 3 ദിവസം ഇങ്ങോട്ട് കുറഞ്ഞു പോകുമോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പലരും ഉണ്ടാവും നമുക്കിടയിലൊക്കെ. അതേപോലെ തന്നെ ഈ സൗദിയിലായാലും ദുബായിലായാലും വർക്ക് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് കടന്നു വരാം. ഇപ്പം ഞാൻ പറഞ്ഞ ഒരു വ്യക്തി, അദ്ദേഹം വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഒരു ആർത്തി കൊണ്ടോ അല്ലെങ്കിൽ ഒന്നും കൊണ്ടല്ല. ഒരു 2014 കുറേ പത്രത്തിൽ ന്യൂസ് വന്നിരുന്നു ഇദ്ദേഹത്തെക്കുറിച്ചുള്ള. ഞാനിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഈ കാണുന്ന ന്യൂസൊക്കെ ഈ ഒരു വ്യക്തി, ഞാൻ പറയാൻ പോകുന്ന വ്യക്തിനെ കുറിച്ചുള്ളതാണ്, ഷാഫി. അതായത് ഞാൻ ഈ പറയുന്ന സ്റ്റോറിയിലെ ഹീറോ ഈ പുള്ളിക്കാരനാണ്, ഷാഫി കേച്ചേരി സ്വദേശിയാണ്. തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരി സ്വദേശിയാണ് ഇദ്ദേഹം. 2014 ഈ ഷാഫീൻ്റെ കുടുംബത്തിൻ്റെ ഒരു ന്യൂസൊക്കെ കുറേ പത്രങ്ങൾ റിപ്പോർട്ട് ആയിരുന്നു. അതായത് തൃശ്ശൂരിലെ ഒരുപാട് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സഹായം തേടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് പുള്ളിക്കാരന് നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, ഒരു കമ്പനീൻ്റെ മാർക്കറ്റിംഗ് ആയിരുന്നു. പകൽ ടൈമിൽ, രാത്രിയിലാണെന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കും. ഉറക്കമൊന്നുമില്ല, പാവത്താനും ഉറക്കമൊന്നും ഇല്ലാതെ നോക്കിയിട്ട് വീട്ടിൽ 3 ആൾക്കാർക്ക് പ്രശ്നങ്ങൾ. അതായത് ഉമ്മയ്ക്കൊരു ഹാർട്ടിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ അനിയൻ ആക്സിഡൻറ്റ്. ഈ കാര്യത്തിലൊക്കെ ആയിട്ട് ഭയങ്കര അവസ്ഥയായി. പിന്നെ പുള്ളിക്ക് നാട്ടിൽ എന്തു വന്നാലും, അതായത് ഒരുപാട് പത്രങ്ങളിൽ സഹായം തേടുന്നു എന്ന് പറഞ്ഞിട്ട് കൊടുത്തത്, പിന്നെ നാട്ടിൽ പുള്ളിനെ കൊണ്ട് കൂടാത്ത മരുത്ത അവസ്ഥ വന്ന്. അങ്ങനെ കുറേ പത്രത്തിൽ നിന്നൊക്കെ ഉള്ള സഹായം വന്ന് നാട്ടുകാർ സഹായിച്ച്, പുള്ളി എപ്പോഴും താങ്ക്സ് പറയുന്നുണ്ട് നാട്ടുകാരോട്. നാട്ടുകാർ പുള്ളിനെ കുറേ സഹായിച്ചിട്ടുണ്ട്. ആ നല്ലവരായ നാട്ടുകാർ, അങ്ങനെ തന്നെ പറയണം. ഏതൊരു കാര്യം ഉണ്ടെങ്കിലും എല്ലാ സ്ഥലത്തും നല്ല നാട്ടുകാരൊക്കെ എല്ലാത്തിനും നമുക്ക് സപ്പോർട്ട് ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ നാട്ടുകാരെ സപ്പോർട്ടും, അങ്ങനെ ഷാഫിൻ്റെ കുറച്ച് പൈസയും കാര്യങ്ങളും ഒക്കെ കൂടി ആയിട്ടാണ് അന്നത്തെ ആ സർജറി കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്ത്. പക്ഷെ നല്ല കുറേ കട ഉണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരന് സൗദിയിലേക്ക് പോകുന്ന ടൈമിൽ ഒരുപാട് കട ഉണ്ടായിരുന്നു. കടം കൊണ്ട് നിൽക്കാൻ പറ്റാണ്ടാണ് നേരെ സൗദിയിലേക്ക് പോവുകയുണ്ടായത്. അതിനുശേഷം അവിടെ ചെന്ന് ഇതുപോലെ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതാണ് ഹാർഡ് വർക്ക്. നമ്മളൊക്കെ പറയാറുണ്ട്, ഇപ്പോൾ ഞാനൊക്കെ ആയാലും ഹാർഡ് വർക്കിംഗ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഇതൊക്കെ അവരുടെ മുന്നിൽ ഇതൊന്നും നമ്മുടെ ഹാർഡ് വർക്കൊന്നും ഒന്നുമല്ല. അതുകൊണ്ടാണ് മെയിൻലി ഞാനിത് ഒരു വീഡിയോ ചെയ്തിട്ട് ഒരു പലർക്കും ഇത് കാണുമ്പോൾ തന്നെ ഇത് അറിയാനും, പലർക്കും ഈ ഒരു നമ്മുടെ ഇടയിലൊക്കെ ഒരുപാട് പ്രവാസികളുള്ളതാണ്, അവർക്കൊക്കെ ഒരു എത്തിനോട്ടോ അല്ലെ തിരിഞ്ഞുനോട്ടമായിരിക്കും അവരുടെ ലൈഫിലേക്കൊക്കെ. കുറേ കഷ്ടപ്പാടുകൾ അവർ സഹിക്കുന്നുണ്ട് നമ്മുടെ ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നാട്ടിലുള്ള പലർക്കും ഇതൊക്കെ ഒരു കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ചിന്തിക്കാനുള്ള കാര്യങ്ങളും ആയിരിക്കും. പിന്നെ ചിലർക്കൊക്കെ ഒരു ഇൻസ്പിറേഷണലും ആയിരിക്കും. അതുകൊണ്ടാണ് ഒബ്വിയസ്ലി ഇതൊരു ഇൻസ്പിറേഷണൽ ആണ്. കാര്യം അദ്ദേഹം വെറുതെ ഒരു ആർത്തിക്ക് വേണ്ടിയിട്ടല്ല, ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും അദ്ദേഹം ഉറക്കമില്ലാതെ, ഉറക്കവും ഇല്ലാതെ കഷ്ടപ്പെടുന്നത്. അത് നമുക്ക് ഒരിക്കലും കാണാതിരിക്കാൻ പറ്റില്ല. ഇത് മറ്റുള്ളവർക്കും കൂടി കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു ഇതുണ്ടായത് കൊണ്ടാണ് ശരിക്കും മെയിൻലി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ പലരും പറയും നമ്മളോട്, ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാലൊക്കെ ഇവിടെ ആൾക്കാർ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവർ വൈഫിനെ കൊണ്ട് ഇവിടെ പോവുക അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം എവിടേക്കെങ്കിലുമൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലൊക്കെ ചിലർ പറയും, അവന് ഭയങ്കര ലാവിഷായി ചിലവാക്കലാണ്, അടിച്ചു പൊളിക്കലാണ് ഗൾഫിലൊക്കെ പോയി വന്നിട്ടെന്ന്. ശരിക്കും നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കണം. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ 1 കൊല്ലോ 2 കൊല്ലോ 3 കൊല്ലോ കഴിഞ്ഞ് വരുമ്പോൾ 1 മാസമോ 10 ദിവസമോ ഇവർക്ക് ലീവ് കിട്ടുന്നത്. ഈ ലീവ് അവരവിടെ അത്രയും കഷ്ടപ്പെട്ട് വരുന്ന ടൈമിൽ ഈ കിട്ടുന്ന ലീവ് ഒന്ന് അവർ ഫാമിലിൻ്റെ കൂടെ അടിച്ചു പൊളിക്കാൻ ചിന്തിക്കും. ആരായാലും നോർമലി ചിന്തിക്കും. അപ്പോൾ ആ ഒരു കാര്യമാണ് ശരിക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ചിലർ പറയും ലാവിഷായി ഇതാക്കുന്നത്. അവരുടെ ചിന്താഗതിയിൽ എന്താണ്, അവർ നാട്ടിൽ ഇങ്ങനെ നടക്കുന്നു അങ്ങനെ നടക്കുന്നു, ഓവർ പൈസ ചിലവാക്കുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അവർ ഗൾഫിൽ ഓരോ രൂപയും അവർ എടുത്തു വെച്ച് പല സ്റ്റോറീസും ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് പല ആൾക്കാരും എന്നോട് പല സ്റ്റോറീസും പറഞ്ഞിട്ടുണ്ട്. ഓരോ രൂപയും അവരുടെ പോക്കറ്റിൽ എടുത്തു വെക്കും. ചില ടൈമിൽ അവർ പോകുമ്പം അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തും വാങ്ങി തിന്നാം, പക്ഷേ തിന്നാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും അവർ ഓരോന്നും പിടിച്ചു നിൽക്കുമ്പോഴാണ് ആ സ്വരുക്കൂട്ടി വെക്കുന്ന എമൗണ്ടൊക്കെ നാട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ടാണ് ഓരോ രൂപയും അവർക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതൽ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നാട്ടിലേക്ക് അതൊക്കെ കൂടി അയച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും അവർ വല്ലപ്പോഴും ലീവിനൊക്കെ വരുമ്പം അവർ അടിച്ചു പൊളിക്കുക, ഒരു ടൂറ് പോവുക, അല്ലെങ്കിൽ ആ സ്ഥലം കാണാൻ പോവുക, ഈ സ്ഥലം കാണാൻ പോകുമ്പോഴൊന്നും നമ്മളൊന്നും അവരെ പറ്റി പറയാൻ പാടില്ല. കാരണം അത്രയും അധ്വാനം അവിടെ ഉണ്ട്. നമ്മളെ ഈ വിചാരിക്കുന്ന, ഇപ്പം സത്യം പറയാമല്ലോ, ഞാൻ ദുബായിലും സൗദിയിലൊന്നും പോയിട്ടില്ല. അപ്പം എനിക്കറിയില്ല അവിടുത്തെ ജീവിതങ്ങൾ ഓരോരുത്തരും. പക്ഷെ പല അനുഭവങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വിഷ്വൽസിലൂടെ എഴുത്തുകളിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അവിടുത്തെ ജീവിതങ്ങൾ എങ്ങനെയാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്കുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടി പോയപ്പോഴൊക്കെ ഞാൻ പാർട്ട് ടൈം ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് കുറേ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എനിക്ക് കുറച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതും കുറച്ച് ചിന്തിക്കാൻ പറ്റുന്നതൊക്കെ. അപ്പം നമ്മൾ ഒന്നും പറയാൻ പാടില്ല അങ്ങനെയുള്ള സംഭവങ്ങളിൽ. കാര്യം ഒരുപാട് പെടുന്നുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ കേൾക്കാത്ത, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ് ഷാഫിയുടേത്. ഷാഫി
എനിക്ക് ഭയങ്കര ഇൻസ്പയർഡ്, ഞാൻ നന്നായിട്ട് ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. നല്ലൊരു വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കുറേ കട ഉണ്ടായിരുന്നതൊക്കെ ഷാഫി കടമൊക്കെ വീട്ടിൽ കഴിഞ്ഞു. ഇപ്പം നല്ല, അതായത് ഒന്ന് കര പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രണ്ട്സ് ചോദിച്ചു നിൻ്റെ കടക്ക് വീടിയതല്ലേ, പിന്നെ എന്തിനാണ് നീ ഇത്രയും വർക്ക് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ എൻ്റെ സുഹൃത്തൊക്കെ അവരുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ അവരൊക്കെ ചോദിച്ചല്ലോ നിൻ്റെ കടയൊക്കെ വീടി കഴിഞ്ഞില്ല, പിന്നെ എന്തിനാണ് നീ ഇത്രയും പിന്നെയും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഷാഫി പറയുന്ന ഒരു കാര്യമുണ്ട്, അന്നത്തെ ആ പ്രശ്നത്തിൽ എനിക്ക് നാട്ടുകാരെ മുന്നിൽ കൈ നീട്ടിയിട്ടാണ് ഒരു ഇതുണ്ടായിരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം ഇനി വന്നു കഴിഞ്ഞാൽ അത് നേരിടാൻ വേണ്ടിയിട്ട് ഒരു കരയിലെത്താൻ വേണ്ടിയിട്ടാണ് പുള്ളി അത്രയും ഇതിൽ വീണ്ടും ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതൊരു എന്താ പറയുക, ഒരു നല്ല കാര്യം തന്നെയാണ്. നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, നന്നായിട്ട് അധ്വാനിച്ച് ഇപ്പം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇനി ഒരു പ്രശ്നം ഉണ്ടായാൽ അത് കറക്റ്റ് ടൈമിൽ നേരിടാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരനെ ഇപ്പോഴും ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഷാഫിനെ ഇവിടെയൊക്കെ വരുമ്പോൾ ഞാൻ എന്തായാലും പോയി കാണും. കാരണം എനിക്ക് അത്രയൊരു ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇല്ലേ, ഇതൊക്കെ ഇവരുടെ ഫ്രണ്ട്സായ അൽഹസയിൽ ഇവർ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഒപ്പിച്ച് കളക്ട് ചെയ്ത് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ കളക്ട് ചെയ്ത് തന്നതാണ്. ഷാഫിനെ കുറിച്ച് മറ്റുള്ള ആൾക്കാർ, കുറച്ച് ആൾക്കാരെങ്കിലും അറിയണം. കാരണം എല്ലാവരുടെയും ഒരു ജീവിതത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരപ്പെടുന്ന കാര്യങ്ങളായിരിക്കും ഷാഫിൻ്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞു. പിന്നെ 4 ആൾക്കാർ ഷാഫിനെ കുറിച്ച് അറിയണം എന്നൊക്കെ പറഞ്ഞതാണ്. സ്പെഷ്യൽ താങ്ക്സ് ടു അപ്പം ഈ അൽഹസയിലുള്ള ഷാഫിയുടെ ഫ്രണ്ട്സിന്. ഞാനിങ്ങനെ പലപ്പോഴും വിചാരിക്കുന്നതാണ്, കുറച്ച് ഇൻസ്പിറേഷണലായിട്ടുള്ള സ്റ്റോറീസും നമ്മൾ ചെയ്യുന്ന, എപ്പോഴും ട്രാവലും ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇടയിൽ ഇങ്ങനത്തെ ഒരു വീഡിയോസൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷാഫിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കാം. അധ്വാനിക്കാൻ ഒരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും സെറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഷാഫി പറയുന്നത്. ഷാഫി പറയുന്നത് മാത്രമല്ല, അതാണ് കാര്യം. അധ്വാനിക്കാനുള്ള ആ മനസ്സ്, ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് ഏത് ലെവലിലും എന്തും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ നന്നായിട്ട് വർക്ക് ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും ഡ്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡ്രീമിന് വേണ്ടിയിട്ട് മുന്നേറുക. അപ്പം എല്ലാവരും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ ഇൻസ്പിറേഷണൽ സ്റ്റോറീസൊക്കെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വല്ലപ്പോഴും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്തതിനെ കുറിച്ചുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. കുറേ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ ഇത് മാക്സിമം ഷെയർ ചെയ്തെത്തിക്കുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. ഇത് കണ്ടിട്ട് ആർക്കെങ്കിലുമൊക്കെ അവരുടെ ജീവിതത്തിൽ ഇതൊരു ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഈസ് മീ റോഷൻ സൈനിങ് ഓഫ്.